ഹലോ നമസ്കാരം. ബാംഗ്ലൂരിൽ നിന്നും ഒരു വൺ ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവർക്കായിട്ട് ഒരു അടിപൊളി സ്പോട്ട് പരിചയപ്പെടുത്തി തരാം കേട്ടോ. ഇത് വേറെ എവിടെയല്ല, നമ്മുടെ തുംകൂർ ഡിസ്ട്രിക്റ്റിൽ വരുന്ന ബസഡിബെട്ട അല്ലെങ്കിൽ മന്ദാരഗിരി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത്. അപ്പോൾ നമുക്കിത് ട്രാവൽ ചെയ്യുമ്പോൾ ഇത് ഏകദേശം ഒരു ബാംഗ്ലൂരിൽ നിന്ന് നമുക്ക് 70 to 76 കിലോമീറ്റേഴ്സ് ഡ്രൈവ് ഉണ്ട് കേട്ടോ. അവിടത്തേക്ക് ട്രെയിൻ സർവീസും അതുപോലെ ബസ് സർവീസൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ പ്രിഫർ ചെയ്തത് ഡ്രൈവായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നല്ല മഴയാണ്, നല്ല എന്താ പറയുക, കോരിച്ചൊരിയുന്ന മഴ കേട്ടോ. ശരിക്കും നമുക്ക് ഡ്രൈവ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു, കാരണം അത്രയും നല്ല മഴയായിരുന്നു. പക്ഷേ അവിടെ എത്തുമ്പോഴേക്കും മഴയൊക്കെ നിന്നു. അതുപോലെ തന്നെ നമുക്ക് പോകുന്ന വഴിയാണെങ്കിലും നല്ല റോഡാണ് കേട്ടോ. അപ്പോൾ യൂഷ്വലി നമ്മൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മൾ ആദ്യം അതൊക്കെയല്ലേ നോക്കുന്നത്, അതുപോലെ ഫുഡിൻ്റെ കാര്യം, അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ റോഡൊക്കെ നല്ലതാണ്. ചെറിയൊരു സ്ഥലത്ത് മാത്രം കുറച്ച് മടിയായിട്ടുള്ള റോഡാണ്, അതർവൈസ് നല്ല റോഡാണ് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ഫുഡൊക്കെ കൊണ്ടുപോയിട്ട് വഴിയിൽ വെച്ച് കഴിക്കുകയോ അല്ലെങ്കിൽ മുന്നേ തന്നെ, അതായത് നമ്മൾ അടുത്തെത്തുന്നതിന് മുന്നേ തന്നെ, തുംകൂർ ഡിസ്ട്രിക്റ്റിലേക്ക് എത്തുന്നതിന് മുന്നേ തന്നെ ഫുഡൊക്കെ കഴിക്കുന്നതായിരിക്കും നല്ലത്. കാരണം അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് കാര്യമായിട്ടുള്ള ഫുഡൊന്നും കിട്ടത്തില്ല. കണ്ടില്ലേ എന്ത് രസമായിരുന്നറിയാം. ഞങ്ങൾക്ക് ഈ ഒരു ഇതൊരു ആക്ച്വലി ഒരു ജൈനമതക്കാരുടെ ഒരു തീർത്ഥാടന കേന്ദ്രമാണ് കേട്ടോ. ഇവിടെ തന്നെ 12-ാം നൂറ്റാണ്ടിലും 14-ാം നൂറ്റാണ്ടിലും ഒക്കെ ബിൽഡ് ചെയ്തിട്ടുള്ള ടെമ്പിൾസൊക്കെ ഉണ്ട്. അപ്പോൾ ഈ സ്റ്റെപ്സ് കയറിയിട്ട് വേണം ഈ ഹിൽ ടോപ്പിലോട്ട് എത്താൻ കേട്ടോ. അപ്പോൾ സ്റ്റെപ്സൊക്കെ ആണെങ്കിലും നമുക്ക് നല്ല വെൽ ബിൽട്ടാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റെപ്പ് കയറാനൊന്നും യാതൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അതുമാത്രമല്ല, ഇതിപ്പം നിങ്ങൾ നോക്കിയേ, നല്ല ഒരു വ്യൂ ആണ് കേട്ടോ. ഇതിൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ എത്ര ഫോട്ടോസ് എടുത്തിട്ടും വീഡിയോസ് എടുത്തിട്ടും എനിക്ക് മതിയായിട്ടില്ല, അത്ര നല്ല രസമായിരുന്നു കാണാൻ. അതുമാത്രമല്ല, ഇത് കാണുമ്പോൾ എനിക്ക് പെട്ടെന്ന് നമ്മുടെ ശ്രാവണബെലഗോളയുടെ ആ ഒരു ഇത് ഓർമ്മ വന്നു കേട്ടോ. പക്ഷേ അതിനേക്കാളും ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ആംബിയൻസ് ആണ് കേട്ടോ ഇവിടെ. അപ്പം ഏകദേശം 450 സ്റ്റെപ്സ് ഉണ്ട് ഇത് കയറാൻ. പക്ഷേ എളുപ്പമാണ് കേട്ടോ, കയറാനൊന്നും ബുദ്ധിമുട്ടില്ല. അപ്പോൾ ഏറ്റവും നല്ലൊരു സീസൺ എന്ന് പറയുന്നത് മഴക്കാലം തന്നെയായിരിക്കും. കാരണം ആ ഒരു ബ്യൂട്ടി എൻജോയ് ചെയ്യണമെങ്കിൽ നമുക്ക് മഴക്കാലം വരണം, അല്ലെങ്കിൽ ഡിസംബർ ടൈമിൽ ആ വിൻ്റർ സീസണിൽ വന്നാലും നല്ല രസമായിരിക്കും. പക്ഷേ സമ്മർ അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. നമുക്ക് അത്രയും ഒരു സുഖമായിട്ട് തോന്നില്ല, കാരണം അതൊക്കെ ടെമ്പിൾസിൻ്റെ ഉള്ളിലേക്കൊക്കെ കയറുമ്പോഴേക്കും നമുക്ക് കുറച്ച് നമ്മുടെ ഫുട് വെയർ എല്ലാം വെളിയിൽ വെച്ചിട്ടേ കയറാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നല്ല ചൂടായിരിക്കും അവിടെ. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വേറൊരു അട്രാക്ഷൻ അതിൻ്റെ ബ്യൂട്ടി അല്ലാതെ അത് നല്ല നീറ്റായിട്ടുള്ളൊരു പ്ലേസാണ് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ഒത്തിരി സ്ട്രേ ഡോഗ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വളരെ പീസ്ഫുള്ളായിട്ട് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി ശരിക്കും. പിന്നെ മഴയൊഴിഞ്ഞ സമയമായതുകൊണ്ട്, മഴ നന്നായി പെയ്ത് തോർന്ന ഒരു സമയമായതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു നേച്ചർ ഭയങ്കര ഒരു പ്യുവറായിട്ടുള്ള ഒരു എയറായിരുന്നു. അതുകൊണ്ട് നന്നായിട്ട് ശരിക്കും എൻജോയ് ചെയ്തു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ബാംഗ്ലൂരിന് അടുത്തുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് അറിയുമായിരിക്കും ഈ സ്ഥലം. ഞാൻ റീസെൻ്റ്ലി കണ്ടുപിടിച്ച ഒരു സ്ഥലമാണ് കേട്ടോ. ഞങ്ങൾ 1-2 ഫ്രണ്ട്സ് പറഞ്ഞപ്പോഴാണ് ഈ സ്ഥലത്തിനെ കുറിച്ച് അറിഞ്ഞത്. അപ്പം ശരിക്കും ഇത്രയും കാലം ഇവിടെ പോയില്ലല്ലോ എന്ന് തോന്നിപ്പോയി. അത്രയും മനോഹരമായിട്ടുള്ള ഒരു ഹിൽ ലോക്ക്ഡ് ആയിട്ടുള്ള ഒരു പ്ലേസാണ് കേട്ടോ. ചുറ്റും ഹിൽസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഭംഗി ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇവിടെ ഇതാണ് ഞാൻ ഈ പറഞ്ഞ 4 ടെമ്പിൾസ് ഉണ്ട് ഇവിടെ. അത്രയും പഴക്കം ചെന്ന ടെമ്പിൾസാണ്. പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. പിന്നെ ആരാധന നടക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ എല്ലാ സ്ഥലത്തും കയറി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. പിന്നെ ക്യാമറയൊക്കെ അലൗഡ് ആയിരുന്നു, അതുകൊണ്ട് തന്നെ നമുക്ക് അതിനുള്ളിലുള്ള വ്യൂസൊക്കെ കുറച്ചൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ ചെറിയ ഷോർട്ട്സൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടേക്കണം കേട്ടോ. പിന്നെന്താണ്, ഇവിടെ വരുവാണെങ്കിലും ഇതിൻ്റെ ബാക്ക് സൈഡിലോട്ട് പോവുകയാണെങ്കിൽ അവിടെ നല്ലൊരു ലേക്ക് ഉണ്ട് കേട്ടോ. ഈ ലേക്കിൻ്റെ അടുത്ത് വരെ നമുക്ക് പോകാം, അവിടം വരെ പോകാനുള്ള സൗകര്യമുണ്ട് കേട്ടോ. ഞങ്ങളവിടെ ഇറങ്ങിയിട്ടില്ല, ബിക്കോസ് ഞങ്ങൾ കുറച്ച് ലേറ്റായിരുന്നു. ഞങ്ങൾ ഏകദേശം ഒരു രാവിലെ 11 മണിക്ക് യാത്ര തിരിച്ചിട്ട് രാത്രി 11 ആകുമ്പോഴേക്കും ഞങ്ങൾ തിരിച്ച് വന്നു കേട്ടോ. അപ്പോൾ ഒരു 3-4 മണിക്കൂർ നിങ്ങൾക്ക് നല്ല വളരെ പീസ്ഫുള്ളായിട്ട് സ്പെൻഡ് ചെയ്യാനുള്ള കാര്യങ്ങൾ അവിടെയുണ്ട് കേട്ടോ. നമുക്ക് ഒരുപാട് നേരം ഇരിക്കാൻ തോന്നും, കാരണം ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ആ ഒരു ഈവനിങ് ടൈമിലായതുകൊണ്ട് തന്നെ ശരിക്കും നമുക്ക് നല്ല ഒരു പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു കണ്ടീഷനായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ശരിക്കും എൻജോയ് ചെയ്യാനും പറ്റി. പിന്നെ ഇവിടുത്തെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത്
ജൈനമതക്കാരുടെ തീർത്ഥാടന കേന്ദ്രം എന്ന് പറഞ്ഞല്ലോ. പിന്നെ ഈ ലേക്കിൻ്റെ സൈഡിൽ നിന്ന് ഇത് ശരിക്കും ചുറ്റും നമുക്ക് നടന്ന് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ നല്ലൊരു വിൻഡി ഡേയും കൂടി ആയിരുന്നു, അതുകൊണ്ട് തന്നെ നല്ല രസമായിരുന്നു ശരിക്കും. പിന്നെന്താ കുറേ ഫോട്ടോസൊക്കെ എടുത്തു, അങ്ങനെയൊക്കെയാണ്. ഒത്തിരി ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അതങ്ങ് ആഡ് ചെയ്തതേ ഉള്ളൂ. ഇവിടെ കാണുമ്പോഴത്തന്നെ നമുക്ക് കാണാൻ പറ്റും കുറേ ഹിൽസ് നമുക്ക് ഇവിടെ നിന്നെല്ലാം ഇങ്ങനെ കാണാം. അതിനകത്ത് എനിക്ക് തോന്നുന്നത് അന്താര ഗംഗ എന്ന് പറയുന്ന അന്താര ഹിൽസ് ഇല്ലേ, അപ്പോൾ അതിൻ്റെയൊക്കെ ഇത് ഇവിടുന്ന് കാണാൻ പറ്റും തോന്നുന്നു. ഞാൻ അവിടെ പോയിട്ടുണ്ട്, അപ്പോൾ എനിക്കത് കണ്ടപ്പോഴെനിക്കൊരു ഡൗട്ട്. അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ അതിനുശേഷം നമ്മൾ ഇവിടെയുള്ള ഗുരുമന്ദിരത്തിലോട്ട് വന്നു. ഇവിടെ 81 ഫീറ്റ് ടോൾ ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഒരു പീക്ക് ഓഫ് ഫെദറിൻ്റെ ഷേപ്പിലുള്ള ഗുരുമന്ദിരമാണ്. അതിനുള്ളിലേക്ക് ക്യാമറ ഒന്നും അലൗഡ് അല്ല. അപ്പോൾ എത്രയും കൊണ്ടാണ് ഞാൻ എടുത്തത്. അപ്പോൾ എത്ര സമയം വേണമെങ്കിലും നമുക്ക് വളരെ പീസ്ഫുള്ളായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു 1 ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഇതുവരെ ഇവിടെ പോകാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോകണം. അപ്പോൾ നിങ്ങൾ ശരിക്കും എൻജോയ് ചെയ്യും കേട്ടോ. അപ്പോൾ എന്താണ്, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് ആൻഡ് കോമെൻറ്റ്. അപ്പോൾ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.